യൂസ്ഡ് ബൈക്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു RS200 കൊടുക്കാനുണ്ട്. ഫോർച്യൂണർ, BMW അതിൻ്റെയൊക്കെ ടയർസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ഫ്രണ്ട് ടയറിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ. ഗായ്സ്, നമ്മുടെ RSഉം അതുപോലെ തന്നെ എക്സ്പൾസും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 390 ഇവിടെ ഇല്ല. ചേട്ടൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടാ. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടിയുടെ ടയറതാ പഞ്ചറായിപ്പോൾ, ബേക്ക് ടയർ. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് ആ ടയർ ജസ്റ്റ് ഒന്ന് മാറാൻ പറഞ്ഞ് യൂസ്ഡ് ടയറാണ് എടുത്താട്ടാ. കുറച്ച് ഗ്രിപ്പുണ്ട്, പക്ഷേ ഈ ടയർ ആണി ഇതുവഴി പൊത്തി ഇതുവഴി ഇങ്ങ് വെളിയിൽ വന്നു കേട്ടോ. അപ്പം ട്യൂബ് ഇട്ടിടാൻ നിന്നാലും ഇത്രയും വലിയ സൈസായതുകൊണ്ട് ട്യൂബ് ഇട്ടാലും നിൽക്കത്തില്ലെന്നാണ് ടയറുടെ കാണിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ടയർ, പുതിയതല്ല ഈ യൂസ്ഡ് ടയർ തന്നെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് നേരെ യൂസ്ഡ് ടയർ ഷോപ്പിലേക്ക് പോവാം. അപ്പം എൻ്റെ ഡ്യൂക്ക് അവിടെ എടുത്തിട്ട് പോയേക്കിനും ഇതാണ് വീട്ടിലെ ഷെഡ്. അതായത് കുറച്ച് വണ്ടി ഉള്ളതുകൊണ്ട് അവിടെ വയ്ക്കാൻ നേരത്ത് നല്ല രീതിക്ക് വെയിലടിക്കുക. അങ്ങനെ ടാർപ്പയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വള്ളിയൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ പഞ്ചറായ ടയർ ഞാൻ ഓടിച്ചുകൊണ്ട് പോകണം. കാറ്റടിച്ചാലും നിൽക്കത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പം ടയർ ഷോപ്പിലോട്ട് പോയിട്ട് ഈ ടയർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് പുതിയ ടയറിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കാം. പഞ്ചർ ഇല്ല, അത് പയ്യ ഓടിച്ചോണ്ട് പോവാ. ഓക്കെ. ഓ, വണ്ടി കടന്ന് പൊളയുന്നുണ്ട് കേട്ടാ. ഓക്കെ. റോഡ് പണി കാരണം ഈ ഒരു വെയിലത്ത് ഈ പൊടിയിൽ കൂടെയൊക്കെ പോകാൻ നേരത്തുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഒരു വെള്ളമൊക്കെ കിട്ടി ഒരു കുളവങ്ങാനം കണ്ടെങ്കിൽ എടുത്ത് ചാടാൻ തോന്നുന്ന അവസ്ഥയാണ്. അമ്മ അതിന് ചൂടും പൊടിയും വൃത്തികെട്ട കാലാവസ്ഥയാണ് കേട്ടോ ഈ ഒരു സമയം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളാ സായി ടയേഴ്സ് കല്ലമ്പലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറി നമുക്ക് ടയർ സെലക്ട് ചെയ്യാം. കണ്ണല്ലേ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇല്ല, ചേട്ടൻ്റെ വണ്ടി അന്ന് ഇവിടുന്ന് ടയർ മാറിയത് അതെ പഞ്ചറായി. പക്ഷെ അത് ഇതാവുന്നില്ല, പഞ്ചർ ഒട്ടിക്കാൻ പറ്റത്തില്ലെന്നത്. റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്ക്, അല്ലെങ്കിൽ വേറെ ടയർ നോക്കാം. ബേക്ക് ടയർ അത് വാണി അകത്തോടെ കയറി പുറത്ത് വന്നു. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ടയർ മാറണോ വേണ്ടത് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റും. അപ്പം ആ പഞ്ചർ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ജസ്റ്റ് ഇതാ ടയറിൻ്റെ കളക്ഷൻസ് വീണ്ടും ഒന്ന് കാണിച്ചു തരാം. ഈ സെഗ്മെൻറ്റ് ഫുള്ള് അല്ല 4 വീലേഴ്സിൻ്റെ ടയർസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വണ്ടിയുടെ ഫോർച്യൂണർ, BMW അതിൻ്റെയൊക്കെ ടയർസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ഫ്രണ്ട് ടയറിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ. ഗ്രിപ്പ് നോക്കി പൊളി സാധനം. അങ്ങനെ അതാ ടയറിൻ്റെയൊക്കെ കളക്ഷൻസ് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ടൺ ടയർസ് ഇതൊക്കെ കുറച്ച് തേയ്മാനമൊക്കെ വന്നതാണ്. റെയിൻ ടയർ കേട്ടോ, മഴയത്തേക്കിട്ട് നമുക്ക് കിടത്തി മറിക്കാൻ പറ്റുന്ന ടയർസും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ. ടയറിൻ്റെയൊക്കെ കളക്ഷൻ ആരകം തന്നെ അല്ലേ. എല്ലാം നല്ല കിടിലൻ ടയർസും കാര്യങ്ങളൊക്കെയാണ്. നോക്കി അതിൻ്റെ ഒരു സെൻട്രലത്തെ ഗ്രിപ്പും കാര്യങ്ങളും നോക്കി ഫുൾ ത്രെഡോട് കൂടിയുള്ള ടയർസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നോട്ട് 5 കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ എക്സ്പൾസിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ടയർസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് അടക്കണം. ഹിമാലയൻ്റെതാണ്, ഒരുപാടുണ്ട്. എക്സ്പൾസിൻ്റെ ഒരു ഫ്രണ്ട് ടയറാണ് കേട്ടോ. അടിപൊളി ടയറാണ് കേട്ടോ. അത് അടിപൊളി ടയർ, ഫുൾ ബട്ടണുള്ള ടയറാണ് കേട്ടോ. ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു ആ ഒരു ഫ്രണ്ട് ബട്ടൺ ടയർ. അപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ സായി ടയേഴ്സിൻ്റെ നേരിട്ട് വന്നാൽ അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൊറിയറും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുത്തെ കോണ്ടൻറ്റ് നമ്മൾ താഴെ കൊടുത്തേക്കാം. നോക്കിയെടുക്കണം. ഇവിടെ നിന്ന് വെച്ചാൽ നീ കാണുന്ന കണക്കായിരിക്കില്ല. ഇതിപ്പം ഈ ടയറൊക്കെ പുതിയ കണക്ക് ഇരിക്കുകയും ചെയ്യും. ചിലപ്പോൾ അകത്ത് എവിടെയെങ്കിലും പഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും, അത് അവർ കാണിച്ചു തരും. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയെടുക്കണം കേട്ടോ. ടയർസും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് മെയിനായിട്ട് ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ഇയറാണ്. 1-2 വർഷം ബാക്കിലോട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ 2010, 2011 ആ ടയർസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ എടുത്താൽ ചിലപ്പം നിങ്ങൾക്ക് പണി അറിയാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ ചൂടത്തും കൂടെ ഓടാൻ ചിലപ്പോൾ ടയറൊക്കെ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇയർക്ക് എന്തായാലും പക്ക നോക്കി വേണം എടുക്കാൻ. പിന്നെ ഉള്ള കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ പഞ്ചറായാലും കുഴപ്പമൊന്നുമില്ല, ഇവർ ഒട്ടിച്ച് തരും. കുറച്ച് റേറ്റ് അതുകൊണ്ട് കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് നോക്കേണ്ടത് ഇയറാണ്. ഇയർ മാത്രം നോക്കി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ കീറലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക, ചിലപ്പം പണിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം കാറിൻ്റെ ടയർസ് അതേപോലെ കാറിൻ്റെയൊക്കെ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളെ വാഗനർ കാറിൻ്റെ 4 ടയറും ഈ കടനാണ് കേട്ടോ മാറിയത്. എല്ലാം യൂസ്ഡ് ടയറാണ് എടുത്തത്. ഓക്കെ. പുതിയ ടയറും കിടപ്പുണ്ട്, യൂസ്ഡ് മാത്രമല്ല
പുതിയ ടയർസും. റൈസിൻ്റെ ടയറാണ് കേട്ടോ, റൈസിൻ്റെ സ്കൂട്ടറിന് വരുന്ന ടയറാണ്. ഓക്കെ, റൈസിൻ്റെ ടയറും കിടപ്പുണ്ട് കേട്ടോ. റൈസിൻ്റെ സ്കൂട്ടറിൻ്റെ ടയറാണ്. റൈസിൻ്റെ നമ്മളെ അല്ലാതെ നോർമൽ എന്താണ് അഡ്വഞ്ചർ, ഹിമാലയന് അതിനൊക്കെ പറ്റിയ ടയർസും കാര്യങ്ങളൊക്കെയാണ്. ഡ്യൂക്കിന് അതിനൊക്കെ പറ്റിയ പുതിയ ടയർസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ബിസിൻ്റെതാണ്. ഓരോ റൂമുകൾ ഇറക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ടയർസിൻ്റെ കളക്ഷൻസ്. മോനെ പൊളി. ഓക്കെ, അപ്പം എന്തായാലും നമ്മളെ ഹാർസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഓക്കെ. ഇല്ലല്ല, കഴിച്ചോ. പോട്ടെ. ഈ ട്യൂബ് വണ്ടി മറിഞ്ഞു വിടുന്നല്ലോ എൻ്റെ. ട്യൂബ് മാത്രം മാറിയാൽ മതി. ഉണ്ട്, കടയിൽ പോണ്ട്. ഇന്ന് നൂത്താലും കറക്റ്റ് ആവത്തില്ലെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ടയർ അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ഓടാനുള്ള ടയർ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം പൈസ ഒരുപാട് പൊട്ടിയില്ല. അയ്യോ, വേഗിന്നൊരു വണ്ടി ഇടിക്കാൻ വന്നത്, ആ സ്പീഡിൽ പോയത്. അയ്യോ, ഫ്രണ്ടിൽ ഇപ്പോൾ ഇടിയാലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് പൈസ പൊട്ടാതെ തന്നെ ടയറിൻ്റെ കേസ് അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് എൻ്റെ ഡ്യൂക്ക് കടയിൽ ഇരിക്കാം കേട്ടോ, അതെടുത്തുകൊണ്ട് ഇങ്ങ് വരണം. യൂസ്ഡ് ബൈക്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു RS200 കൊടുക്കാനുണ്ട്. ഈ ഒരു വണ്ടി അവൻ ഈ വണ്ടി കൊടുത്തിട്ട് അവൻ കുറച്ചും കൂടെയൊക്കെ ഒരു ഡൊമിനോർ 400 ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ കിലോമീറ്റർ അധികം മറിഞ്ഞിട്ടൊന്നുമില്ല, ഏകദേശം 20 ആ റേഞ്ചിൽ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടിയിൽ ഫുൾ ബോഡി PPFും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുക. വേറെ വണ്ടിക്ക് കംപ്ലയിൻസും കാര്യങ്ങളോ ഒന്നുമില്ല. എക്സ്ട്രാ വെച്ചിട്ടുള്ളത് ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ മൊബൈൽ ഹോൾഡറും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാം വണ്ടി സ്റ്റോക്ക് ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും RS നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ, വണ്ടി ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം വണ്ടി വന്ന് സ്വന്തം വാങ്ങിക്കോ കേട്ടോ. അപ്പോൾ വണ്ടി എവിടെ കാണുമെന്ന് വെച്ചാൽ പാരിപ്പള്ളി നമ്മുടെ നെസ്കിയറിൽ കാണും, ഫുൾ ടൈം അവിടെ തന്നെ കാണും കേട്ടോ. അപ്പോൾ അവിടെ വന്നാലും മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്യൂക്ക് ഇതായിരിക്കുന്ന. അപ്പോൾ കുറച്ച് നാട് നമ്മുടെ ഈ ഒരു കുഞ്ഞ് എക്സോസ്റ്റും കൊണ്ടാണ് കേട്ടോ അപ്പോൾ വണ്ടിയും കൊണ്ട് നടന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പം കുറച്ചാൾ ഓടി ഒരു സാധനം സ്ഥിരമായിട്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിലോട്ട് ആക്കാനായിട്ട് പോകാനായിട്ടാ. കുറച്ചാൾ സ്റ്റോക്കിൽ ഓടിയിട്ട് വീണ്ടും ഇതിലോട്ട് വരാൻ നേരത്തെ ആ ഒരു സൗണ്ട് വീണ്ടും നമ്മളെ എന്താണ് ഒരു ഇമ്പം കൊളിപ്പിക്കും. ഇതിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്, ഒരു ചെറുതായിട്ടൊരു മടുപ്പ് തോന്നി. അപ്പോൾ വീണ്ടും അതുകൊണ്ട് സ്റ്റോക്ക് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് കേൾക്കുമ്പോൾ ഉള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു നോസിൽ കുഞ്ഞു നോസിലാണ്, അതുകൊണ്ട് വണ്ടിയുടെ കംപ്രഷൻ കാര്യങ്ങളൊക്കെ കുറയുമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ആൾക്കാർ വീഡിയോയുടെ കമൻറ്റിൽ വന്ന് വീണ്ടും അത് ചോദിക്കുന്നുണ്ട്, ഇത് തെറ്റിയ കംപ്രഷൻ വരും, അങ്ങനെ പ്രശ്നം വരും, കണ്ണാപ്പി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ പക്ഷേ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച് കുറച്ചാണിപ്പോൾ ഓടിച്ചിട്ട് ഈ സാധനം കൊടുക്കുന്നില്ല കേട്ടോ. ഇതെടുക്ക് ഒന്നേന്ന് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ, ഇതേ ഫിനിഷിങ് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ല കോസ്റ്റ് ആവും. ഒരു ബെൻഡ് ടൈപ്പ് വരെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ. ഇത്രയും ഫിനിഷിങ് കിട്ടാനായിട്ട് ഈ ഒരു മൗത്തിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റ്മെൻറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഇതേപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ബെൻഡ് ടൈപ്പൊക്കെ മുറിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഈ ഒരു സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. അപ്പോൾ എന്താ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റം കേട്ടോ. ഈ ഒരു സാധനം കയറ്റിയപ്പോൾ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സൗണ്ട് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല. BS3 സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകൂടെ, BS3 അത്രയും സൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം എല്ലാവരും മനസ്സിലാക്കി കേട്ടോ. അതിൻ്റെ ഒരു സാമ്യം ഉണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ കേട്ടോ. അതിൽ അത്ര സൗണ്ട് വേണമെങ്കിൽ ഇത് മാത്രം വെച്ചാൽ പോരാ, എൻ്റെ എഞ്ചിൻ തന്നെ മാറ്റേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു സാധനം വെച്ചപ്പോൾ എന്തായാലും ഒരു യൂണീക്കായിട്ടുള്ള സൗണ്ട് തന്നെ ഈ ഒരു BS6 390 കിട്ടിയിട്ടുള്ളത്. അത് ഞാനും വിചാരിച്ചില്ല, ഈ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ല, ഈ ഒരു എക്സോസ്റ്റ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. സൗണ്ട് കിട്ടിയപ്പോൾ ഞാനും സത്യത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും വീട് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് ഞാൻ കളയുന്നില്ല, ഒന്നും കൂടെ പെയിൻറ്റൊക്കെ അടിച്ചൊന്ന് സെറ്റപ്പ് ആക്കിയത് വെച്ചേക്കണം കേട്ടോ. കുറച്ച് ആൾ സ്റ്റോക്കിൽ വെച്ചൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വീണ്ടും കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലോട്ടാവുന്നതാണ്. അപ്പോൾ ഇത് സെയിലൊന്നും ചെയ്യുന്നില്ല, ആരും ചോദിക്കണ്ട. ഒരെണ്ണേ ഉള്ളത്, സെയിൽ ചെയ്താൽ ഞാൻ പിന്നെയും കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ഓക്കെ.